ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. കാരണം വെച്ചാൽ എന്റെ ചാനലിൽ കിടപ്പുണ്ടതിന്റെ ഫുൾ വീഡിയോ ഒരു ചേറാനായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. അന്യായ ഫൈറ്റ് ആയിരുന്നു വെച്ചാൽ അന്യായ ഫീലും ആയിരുന്നു സംഭവം. അവനെ അടിച്ച് നമ്മൾ കരയെ കയറ്റി ഇടിച്ച് അവനെ കൊണ്ടുപോയി ആർത്തി പൊരിച്ച് ഫ്രൈ അടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ആ രീതിക്കാണ് നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാവരും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നത് വളരെ കുറവാണ്. എന്തായാലും കാണുക, താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും കാണുക. ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. നമ്മൾ അവനെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച്, കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇവനായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഡ്യൂട്ടിക്ക് ഏകദേശം ടൈമായി. പിന്നെ പോയി റെഡിയായി ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം ഇവനെ ഫ്രീസറിലെടുത്ത് വെച്ച് രാത്രിയാണ് വന്ന് അറക്കുന്നത്. അവൻ എടുത്തപ്പോഴത്തേക്കാണെങ്കിൽ അവൻ അമ്പും വില്ലും കണക്കിരിക്കുന്നത് ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് പോകുന്ന ടൈപ്പിലേക്കുന്നത്. കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് മുക്കി എടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാക്കി എടുത്ത് ചെതമ്പൽ എല്ലാം കളഞ്ഞ് നമ്മൾ അതിൻ്റെ തല ഇറക്കുന്ന സീനാണ് ഈ കാണുന്നത്. തല ഇറക്കുമ്പോഴത്തേക്ക് ഏകദേശം ചത കയറ്റി ഇറക്കണം. കാരണം വെച്ചാൽ നമ്മൾ തല എടുക്കാറില്ല, തല ആരും കഴിക്കാറില്ല. അതുകൊണ്ട് മാക്സിമം ചത കയറ്റി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാംസം മിസ്സാവാതെ കിട്ടും. പീസ് നമുക്ക് മിസ്സാവാതെ തന്നെ കിട്ടും. ഒടിച്ച് നമ്മൾ പയ്യെ നൈസ വലിച്ചൂരി അവൻ്റെ തലയും കുടലും എല്ലാം കൂടെ രണ്ടാക്കി അങ്ങ് വെക്കുക. അതിൽ കൂടി വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. ഭയങ്കര പാടുള്ളൊരു പരിപാടി തന്നെയാണ് ഈ ഫിഷ് കട്ടിങ് എന്ന് പറഞ്ഞാൽ. കാര്യം വേറെ ഒന്നുമില്ല, പഠിച്ചാൽ ഏറ്റവും എളുപ്പവും പഠിച്ചില്ലെങ്കിൽ ഏറ്റവും പാടുള്ളൊരു പരിപാടിയാണ് ഈ നാട്ടുമീൻ, അതായത് വരാല്, ചേറാൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അറുത്ത് എഴുതുന്നത്. ലാസ്റ്റ് നമ്മൾ അവൻ അറുത്ത് എഴുതാൽ ഈ പീസ് ലെവലിൽ എടുക്കണം. ഈ പീസ് ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ പൊരിച്ച് തിന്നുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം വെച്ചാൽ മാംസം എല്ലാം പെട്ടെന്ന് വേവും, അങ്ങനെ ഉള്ളിലെല്ലാം ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അറുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഏകദേശം 3 വെള്ളത്തിൽ കഴുകാറുണ്ട്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ബ്ലഡോ അതിൻ്റെ ഒരു ചെറിയൊരു പരുവോ ഗുരുവോ ഒന്നും വെക്കാതെ രീതിക്ക് നമ്മൾ അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം വെച്ചാൽ ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, എൻ്റെ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കഴിക്കും, ചിലപ്പോൾ എൻ്റെ വീട്ടുകാർ കഴിക്കും, കൂട്ടുകാർ കഴിക്കും, എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരാരും നമ്മളൊരു ഫ്രൈ ചെയ്യുന്നതിനെ പറ്റി ഒരു കുറ്റം പറയരുത്, അത് നമുക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ നൈസ കഴുകി വൃത്തിയാക്കി നല്ല തേച്ച് മിനുക്കി എടുക്കുന്ന രീതിക്ക് അവനെ വെള്ളത്തിട്ട് കഴുകി എടുക്കണം. എടുത്തതിന് ശേഷം ഉള്ള അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്മെല്ലോ അതിൻ്റെ ചെതമ്പലോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഉപ്പ്, പൊടിയുപ്പ്, ഏറ്റവും ബെസ്റ്റ് കല്ലുപ്പാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കല്ലുപ്പ് കിട്ടാനില്ലാത്തതുകൊണ്ട് പൊടിയുപ്പ് ഇട്ടിച്ച് കുറേ പൊടിയുപ്പ് ഇടുക. ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് വിരവി എടുക്കുക. വിരവി മിക്സ് ചെയ്ത് അതിനെ എടുത്തതിന് ശേഷം ഒരു 2 വെള്ളത്തിൽ കഴുകണം. ഇല്ലെങ്കിൽ ഭയങ്കര ഉപ്പിൻ്റെ ചെവയായിരിക്കും. 2 വെള്ളത്തിൽ കഴുകുമ്പോഴത്തേക്ക് അതും ക്ലീൻ ആവും, മീനും ക്ലീൻ ആവും, ഉപ്പിൻ്റെ ടേസ്റ്റും പോവും. കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മസാല കൂട്ട് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. കഴുകിയെടുത്ത് കുറച്ച് നേരം അങ്ങ് അടച്ചു വെച്ചേക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമ്മളിതാ മസാല കൂട്ട് റെഡിയാക്കാൻ പോവുകയാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി, കാരണം വെച്ചാൽ നമ്മുടെ എരിക്ക് ആവശ്യത്തിനുള്ള എരിക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടി, സാധാ മുളക് പൊടി തന്നെയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ മല്ലിപ്പൊടിയും ഇടും. ഞാൻ പൊരിക്കുമ്പോഴത്തേക്ക് മാക്സിമം അതും കൂടെ ചേർത്താണ് ചെയ്യാറ്. അതിനുശേഷം കൊണ്ടുവരുന്നതാണ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അതിൽ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം അടുത്ത കുരുമുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. മുളക് പൊടി കൂടുതലായിട്ട് ഇടുകയാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ചിട്ടാൽ മതിയാവും. ഏതെങ്കിലും ഒരെണ്ണം കൂടി പോയി കഴിഞ്ഞാൽ മീനിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം വരും. അതിനുശേഷം എടുത്ത് നമ്മുടെ മസാലയാണ്, നല്ല പൊടിച്ച മസാലയാണ്. മസാല ഇട്ടതിന് ശേഷം നമ്മുടെ ചെറുനാരങ്ങ എടുത്തിട്ട് സംഭവം പിഴിഞ്ഞ് അതിലോട്ടൊരു വീത്തി പയ്യെ ഒരു നാരങ്ങ ഫുൾ അതിനകത്ത് പിഴിഞ്ഞ് വീത്തി ശകലം ഒരു കൈവെള്ളം കൂടെ കുടഞ്ഞ് അത് നമ്മൾ മാക്സിമം ഈ അരപ്പൊന്ന് സെറ്റാക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൽ ആവശ്യം പോലെ വെള്ളം ഉണ്ടാവും. ഇതെല്ലാം കൂടെ തട്ടിയിട്ട് ഇനി ഒരു കുലുക്കിയിട്ട് അങ്ങോട്ട് നൈസ് എല്ലായിടത്തും അരപ്പ് തേച്ച് പിടിപ്പിച്ച് പറ്റിച്ചെടുക്കണം. കളർ കിട്ടാനാണെങ്കിൽ അത്യാവശ്യം കാശ്മീർ ചില്ലി പൗഡർ അതിൻ്റെ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും. നമുക്ക് കളറിൻ്റെ ആവശ്യമില്ല, കാരണം വെച്ചാൽ നമുക്ക് കഴിക്കാനാണ്, നമുക്ക് വേണ്ടപ്പെട്ടവരും കഴിക്കാനാണ്. അതുകൊണ്ട് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. നൈസ ഇട്ടതിന് ശേഷം കരിയപ്പല ഇങ്ങനെ പിച്ച് കുറേ നേരം ഇട്ട് 2 ഇളക്കൂടെ ഇളക്കി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അവൻ സെറ്റായിട്ടിരിക്കും. നേരെ അത് അടച്ചു വെക്കുക. അടുത്ത അടുപ്പിൽ എണ്ണ വെക്കണം. എണ്ണ വെച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ചൂടായതിനു ശേഷം ഇതേപോലെ എടുത്ത് കൈക്ക് കോരി ഇടാൻ നോക്കരുത്. മാക്സിമം നമ്മുടെ കൈക്കിടാതെ ഇതിനിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കിട്ട് ഒരു ദിവസം പൊള്ളിയതോടുകൂടി ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. അതിനുശേഷം സ്പൂൺ വെച്ച് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇതേപോലെ ഇട്ട് ഒരു 4 പീസ് മാത്രം ഇടുക. എണ്ണയിൽ മുങ്ങി പൊരിയണം. പൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു മണവും ഒരു ചെറിയ ചട്ടലും മുട്ടലും ചീറ്റലും ഒക്കെ സൗണ്ടും ഉണ്ടാവും. അപ്പോൾ തന്നെ അവനെ കോരി നേരെ പ്ലേറ്റിൽ വെച്ച് ശകലം ഡെക്കറേഷന് 2-3 സവാളയും ഒരു തക്കാളിയും എടുത്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ ചോറിൻ്റെ കൂടെ വെച്ചൊരു പിടിയുണ്ട്. മച്ചാമാരെ, ചോറിന് മുമ്പ് ഇരിക്കുമ്പോൾ അതിനൊരു മണം എന്ന് പറഞ്ഞൊരു അന്യായ മണം തന്നെയാണ്. പിടിച്ച് അവനെ എടുത്ത് ഒരു പീസ് എടുത്ത് ഒരു ചെറിയ സവാളയും ഇത്തിരി തക്കാളിയും എടുത്തിട്ട് ഇങ്ങനെ വായിക്കകത്തോട്ട് വെച്ച് ചവയ്ക്കണം. ഒരു രക്ഷ ഉണ്ടാവത്തില്ല മച്ചാമാരെ, അന്യായ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെയ്ത് നോക്കി, നിങ്ങളും ചെയ്തു നോക്കുക. നാളെ തന്നെ ഒരു റോഡും റീലും എവിടെയെങ്കിലും സംഘടിപ്പിക്കുക, ഒരു ചൂണ്ട എടുത്തിടുക, പിടിക്കുക, അറുക്കുക, കഴുകുക, പൊരിക്കുക. സിമ്പിൾ. ചെയ്തു നോക്കൂ. ബൈ ഗൈസ്.